ഹായ് ഡിയേഴ്സ്, ഇങ്ങനൊരു തമ്പ് കണ്ട് തുറന്നു നോക്കിയവരായിരിക്കും നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയാനുള്ള റീസൺ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. 80% കുട്ടികൾക്കും A+ നഷ്ടപ്പെടുന്ന 3 സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് അറിയാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് തന്നെ അറിയാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. കാര്യം മറ്റൊന്നുമല്ല, നിങ്ങളുടെ പബ്ലിക് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 11 ചാപ്റ്റേഴ്സ് നിന്നും പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ നിന്ന് 80 മാർക്കുകൾ നിങ്ങൾ നേടുകയും ചെയ്യും. അതിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പരീക്ഷ നിങ്ങൾക്ക് ടീച്ചേഴ്സ് നോക്കുന്നത് ലിബറൽ ആയിട്ടായിരിക്കും കൂടുതലുണ്ടാവുക. അതായത് സ്റ്റെപ്പുകൾ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും, ഒന്നുമില്ലെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ നിങ്ങളുടെ പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഓണം എക്സാമിന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കിട്ടില്ല. നിങ്ങളുടെ വാല്യുവേഷനും ലിബറൽ ആയിരിക്കില്ല. കാരണം നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കുന്നത് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് വെറുതെ കുറച്ച് സ്റ്റെപ്പുകൾ എഴുതി വെച്ചത് കൊണ്ടൊന്നും നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോകുന്നില്ല, മാർക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, മാർക്കുകൾ. അങ്ങനെ തന്നെയാണ് ഇവാലുവേഷൻ വരേണ്ടതും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുക തന്നെ വേണം. അങ്ങനെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ആരൊക്കെയെന്നൊരു ചോദ്യം നിങ്ങളിലേക്ക് തന്നെ കൊടുക്കുക. ഇത്രയും ദിവസത്തിനിടയ്ക്ക് നിങ്ങൾ എത്ര തവണ നിങ്ങൾ പഠിച്ചു, എത്ര തവണ നിങ്ങൾ റിവൈസ് ചെയ്തു? സമയം ഇനിയും കഴിഞ്ഞു പോയോ? എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. സമയം ഇനിയും അതിക്രമിച്ചിട്ടില്ല. നിങ്ങൾക്കുള്ള സമയം ഇനിയും ബാക്കിയുണ്ട്. നിങ്ങൾ ഇനി വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല സ്റ്റെപ്പുകൾ എഴുതി നല്ല മാർക്ക് നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മിക്കവാറും കുട്ടികൾക്ക് പബ്ലിക് എക്സാമിൽ ഇത്രയും ലിബറലായിട്ട് ഇവാലുവേഷൻ നടന്നാൽ പോലും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് A+ നഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ചെറിയ അശ്രദ്ധ കാരണമായിരിക്കും ഈ ഒരു A+ നഷ്ടപ്പെടുന്നത്. സോ നിങ്ങൾക്കത് വരാൻ പാടില്ല. നിങ്ങൾ മാത്തമാറ്റിക്സിൽ എവിടെയൊക്കെ തെറ്റിക്കുന്നുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങൾ എക്സാമിന് അത് തെറ്റിക്കാതിരിക്കാനുള്ള ടിപ്പുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അതിൽ 3-ൽ 1 സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം ഫിസിക്സ് ആണ്. ആ ഫിസിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രോബ്ലം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് അവിടെയും കാൽക്കുലേഷൻ മിസ്റ്റേക്കുകളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് A+ നഷ്ടപ്പെടും. മറ്റൊരു കാരണം എന്താ വെച്ചാൽ ഫിസിക്സിൽ 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ 36 മാർക്ക് തന്നെ വേണം നിങ്ങൾക്ക് A+ കിട്ടാൻ. ഇപ്പോൾ 80 മാർക്കിൻ്റെ സബ്ജക്റ്റുകൾ നിങ്ങൾക്കറിയാം കുറച്ചുണ്ടല്ലേ. സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, മാത്സ് ഒക്കെ അതിൽ പെട്ടതാണ്. അതിൽ 72 മാർക്ക് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് എന്താവുന്നത്, A+ കിട്ടുന്നത്. എന്നാൽ പബ്ലിക് എക്സാമിന് 70 മാർക്ക് ഉണ്ടെങ്കിലും A+ കിട്ടും. അവിടെ നിങ്ങൾക്ക് C മാർക്ക് കൂടി കൂടാനുണ്ട്. പക്ഷേ ഓണം എക്സാമിന് അതും കൂടാനില്ല. അപ്പം നിങ്ങൾ ട്രാപ്പിലാണ്. ഈ ട്രാപ്പിൽ നിന്നും നിങ്ങൾ എന്താക്കണം, കൃത്യമായിട്ട് മുൻകൈയെടുത്ത് നിങ്ങൾ തന്നെ തയ്യാറായിക്കൊണ്ട് അത് മറികടക്കണം. 40-ൽ 36 മാർക്ക് നേടാൻ നിങ്ങൾക്ക് സാധിക്കണം. 80-ൽ 72 മാർക്കും നേടാൻ നിങ്ങൾ സാധിക്കണം. പറ്റുകയാണെങ്കിൽ ഫുൾ മാർക്ക് തന്നെ നേടാൻ നിങ്ങൾ ശ്രമിക്കണം. എങ്ങനെ ശ്രമിക്കും? തീർച്ചയായിട്ടും അതിനാണ് Xylem നിങ്ങൾക്ക് ഇന്ന് കൃത്യമായുള്ളൊരു സ്റ്റഡി പ്ലാൻ. ഇനി മുതൽ അങ്ങോട്ട് എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ഇന്ന് വൈകിട്ട് തന്നെ കൃത്യം 7:30 നിങ്ങൾക്ക് ഒരു ലൈവ് വരികയാണ്. നിങ്ങളെല്ലാവരും വരണം. നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടണം. 3ാമത്തെ സബ്ജക്റ്റ് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ്. ഈ 2 സബ്ജക്റ്റ് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് സോഷ്യൽ സയൻസ് ആയിരിക്കും ബുദ്ധിമുട്ട്, A+ നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന കാര്യം. കാരണം അതിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ചില കുട്ടികൾക്ക് ഹിന്ദിയാണ്. സാർ ഹിന്ദി എനിക്ക് പഠിച്ചിട്ട് പഠിക്കാൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണാതെ പഠിച്ചു, പക്ഷെ അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയില്ല. ചില കുട്ടികൾക്ക് ഇംഗ്ലീഷാണ് പ്രശ്നം, ചില കുട്ടികൾക്ക് മലയാളമാണ് പ്രശ്നം. അതായത് സിമ്പിളായിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന സബ്ജക്റ്റുകളൊക്കെ പ്രശ്നമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അതുകൊണ്ട് 3ാമത്തെ സബ്ജക്റ്റ് ഏതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് A+ നഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് ഏതാണ്, നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. അപ്പം മറക്കണ്ട, ഇന്ന് രാത്രി കൃത്യം 7:30 നിങ്ങളുടെ മുന്നിലേക്ക് കേരളം ഇന്ന് വരെ കാണാത്ത സ്റ്റഡി പ്ലാനുമായിട്ട് വരികയാണ്. ഇനി പഠിച്ചാലും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇറ്റ്സ് മീ ഷാഹിദ് ഫ്രം Xylem. ബൈ.